ഭിന്നശേഷി വിഭാഗത്തിനും അതിദരിദ്രർക്കുമുള്ള സർക്കാർ സഹായത്തിൽ വൻ ക്രമക്കേട്. പോഷകാഹാര ലഭ്യതയ്ക്കായി തലസ്ഥാനത്ത് നൽകിയ ഭക്ഷണ സാധനങ്ങളിൽ പുഴുവും ചെള്ളും. കല്ലിയൂർ പഞ്ചായത്തിലെ പലർക്കും ലഭിച്ചത് കാലാവധി കഴിഞ്ഞ ഭക്ഷണ സാധനങ്ങളാണ്. ക്രമക്കേടിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി BJP. ജനം എക്സ്ക്ലൂസീവ്. ഇന്നലെ സർക്കാർ തന്ന സാധനമാണ്, പക്ഷേ പുഴുവാതും ഇതുമായിട്ട് ചെള്ളുമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. സർക്കാർ എന്തിനിങ്ങനെ തരണമെങ്കിൽ നല്ല സാധനം തന്ന് പാവങ്ങളെ സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. തരാതിരുന്നാലും കുഴപ്പമില്ല, തരണത് നല്ല സാധനം തരണമെന്നാണ്. ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്കും സമൂഹത്തിലെ അതിദരിദ്രർക്കുമുള്ള സർക്കാർ സഹായം കൈപ്പറ്റിയ ലതയുടെ സർക്കാരിനോടുള്ള ചോദ്യമാണിത്. തിരുവനന്തപുരം കല്ലിയൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കഴിഞ്ഞ ദിവസം വിതരണം ചെയ്ത ഭക്ഷണ സാധനങ്ങളുടെ അവസ്ഥ കൂടി കാണുക. അത് എൻ്റെ മകൻ ഭിന്നശേഷിയിൽ ഉൾപ്പെട്ട ഒരു കുട്ടിയാണ്. അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബമാണ് ഞങ്ങളുടേത്. അപ്പം മകന് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന കിറ്റാണിത്. സ്കൂളിൽ പോയിട്ട് വന്ന് അവന് കൊടുക്കാൻ വേണ്ടി അത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് അതിൽ പുഴു കണ്ടത്. അപ്പോൾ എൻ്റെ കുട്ടി വയ്യാത്ത ഒരു കുട്ടിയാണ്. അപ്പോൾ അവന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ പക്ഷേ കൊടുക്കാൻ പറ്റിയിട്ടില്ല. റവ, ഓട്സ്, പയർ, കടല, പഞ്ചസാര, തേയില ഉൾപ്പെടെ 7 ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ കിറ്റിൽ റവയിൽ മുഴുവൻ പുഴുവും ചെള്ളും. പലയിടത്തും വിതരണം ചെയ്തത് കാലാവധി കഴിഞ്ഞ ഭക്ഷണ സാധനങ്ങളും. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമാണ്. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമാണ്. ഇത് കുടുംബശ്രീ ഓഫീസിൽ ഇറക്കി അവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പയറി ഡേറ്റ് നോക്കാതെയാണ് പാവപ്പെട്ടവരെ കയ്യിലൊക്കെ കിട്ടിയത്. ദരിദ്ര വിഭാഗമില്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനുള്ള തീവ്രയജ്ഞത്തിലാണ് സംസ്ഥാന സർക്കാർ. എന്നാൽ ഈ വിഭാഗങ്ങളെ എങ്ങനെയാണ് സർക്കാർ പരിഗണിക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങൾ മനസ്സിലാക്കി തരും. ആർഭാടങ്ങൾക്കായി കോടികൾ ചെലവഴിക്കുന്ന സംസ്ഥാന സർക്കാർ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇവരും കേരളത്തിലാണ് ജീവിക്കുന്നത്. സർക്കാരിന്റെ സഹായം ഇവർക്ക് കൃത്യമായി എത്തണം. ജനം, തിരുവനന്തപുരം.